1550 ഇറ്റലിയിൽ അംബ്രൂസി എന്ന സ്ഥലത്ത് തൻ്റെ അമ്മയ്ക്ക് 60 വയസ്സുള്ളപ്പോഴാണ് കമില്ലസ് ജനിച്ചത്. പ്രസവവേദനയുടെ ശക്തിയാൽ അമ്മ ഒരു തൊഴുത്തിലേക്ക് ഓടിക്കയറിയതിനാൽ കുട്ടി ജനിച്ചത് വൈക്കോലിലാണ്. പടയാളിയായിരുന്ന പിതാവ് കുറെ പണമുണ്ടാക്കിയെങ്കിലും മകന് പിതൃസ്വത്തായി നൽകാനുണ്ടായത് തൻ്റെ വാള് മാത്രമാണ്. വാള് കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കമില്ലസ് പടവെട്ടാൻ തുടങ്ങി. പുണ്യപട്ടത്തിനുള്ള ഒരു സ്ഥാനാർത്ഥിയായി ആരും കമില്ലസിനെ കാണുകയില്ല. ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു ഭയങ്കര വ്രണത്തോടെ കമില്ലസ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അഗതിയായ കമില്ലസ് ഒരാശുപത്രിയിൽ ശിപായി ജോലി ചെയ്ത് വ്രണത്തിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. കളിക്കാനുള്ള ചീട്ടുപെട്ടി തലയിണയുടെ കീഴ് വെച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. കളിക്കാൻ തക്കം കിട്ടിയാൽ രോഗികളെ ഉപേക്ഷിച്ച് കളിക്കാൻ പോകും. ഭയങ്കര കോപപ്രകൃതിയുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും കമില്ലസ് ബഹിഷ്കരിക്കപ്പെട്ടു. 1582 കമില്ലസും മറ്റ് ഏതാനും പേര് കൂടി റോമിലുള്ള മാറാരോഗികളുടെ ആശുപത്രിയിൽ ശുശ്രൂഷ ആരംഭിച്ചു. എല്ലാവരും തോളിൽ ഒരു ചുവന്ന കുരിശ് അണിഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. ഒരു വൈദികനായാൽ തൻ്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് കരുതി അദ്ദേഹം വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം തുടങ്ങി. 34-ാമത്തെ വയസ്സിൽ പുരോഹിതനായി. നേഴ്സിംഗ് ബ്രദേഴ്സിന്റെ ഒരു സഭ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. സഭാംഗങ്ങൾ വീടുകളിലും പോയി ശുശ്രൂഷിച്ചിരുന്നു. പ്ലേഗ് ബാധിതരെ കൂടി അവർ ശുശ്രൂഷിച്ചു വന്നു. 1595 ഹംഗറിയിലും കൊവാഷ്യായിലും യുദ്ധരംഗത്ത് അവർ സേവനം നൽകി. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ രോഗി ശുശ്രൂഷ നടത്തിയിരുന്നത്. മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയില്ല. അന്തിമ രോഗത്തിലും എഴുന്നേറ്റു ചെന്ന് അവരുടെ സുഖാസുഖങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിരുന്നു. ക്രിസ്തുവിന്റെ റെഡ് ക്രോസിൽ നിന്നാണ് കമില്ലസിന് ഉത്തേജനം ലഭിച്ചത്. രോഗി ശുശ്രൂഷികൾ വിശുദ്ധ കമില്ലസിനെ അനുകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് തീരെ അർഹതയില്ലാത്ത ഒരു നീച പാപിയാണ് ഞാൻ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ.